അസാധാരണമായ കാലങ്ങളിൽ തികച്ചും സാധാരണമായ സംഭവങ്ങൾ വളരെ അസാധാരണമായി തോന്നും, അല്ലെങ്കിൽ അവയുടെ ആഘാതശേഷി വളരെ കൂടുതലായിരിക്കും. ഇന്നലെ പാർലമെൻറ്റിൽ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഇന്ത്യൻ പാർലമെൻ്ററി ചരിത്രത്തിലെ അത്ര വലിയ ഗംഭീരമായ പ്രസംഗമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. ഒരുപാട് വലിയ സിംഹഗർജന പ്രഭാവന്മാരായിട്ടുള്ള പ്രഭാഷകർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ പ്രഭാഷണങ്ങൾ രാജ്യം കേട്ടിട്ടുമുണ്ട്. പക്ഷേ എങ്കിലും ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ ആ നീണ്ട പ്രഭാഷണം ഇന്ന് ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാന വാർത്തയായി മാറുകയും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തു. ജനാധിപത്യത്തിൻ്റെ വലിയ ആഘോഷമെന്ന രീതിയിലാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ പൊതുവിൽ രാഹുലിൻ്റെ പ്രഭാഷണത്തെ മുഖ്യ വാർത്തയാക്കിക്കൊണ്ട് അതിനെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ കാലം വളരെ അസാധാരണമായിരുന്നത് കൊണ്ടാണ് രാഹുലിൻ്റെ വളരെ സാധാരണമായൊരു പ്രസംഗം നമുക്ക് അസാധാരണമായി തോന്നിയതും നാം അത് ആഘോഷിക്കുന്നതും. വലിയ ഇരുട്ട് മൂടി നിൽക്കുന്ന സമയത്ത് ഒരു ചെറുതരി വെളിച്ചം നമുക്ക് ഈ വെളിച്ചത്തിൻ്റെ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ അനുഭവിക്കാറുണ്ട്. അതുപോലെയാണ് നീണ്ട 10 വർഷം ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പ്രതിപക്ഷത്തിൻ്റേതായ ഒരു ശബ്ദം ഉയർന്നിരുന്നില്ല. എപ്പോഴും വർദ്ധിത വീര്യത്തോടെ ഭരണകക്ഷി അംഗങ്ങൾ അവരുടെ 1000 ശക്തിയുള്ള വലിയ 1000 നാവുള്ള അനന്തന്മാർ എന്നൊക്കെ പറയുന്ന അവരുടെ നേതാക്കളുടെ ബഹളങ്ങൾ, അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അവർ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നു. പ്രതിപക്ഷത്ത് നിന്നുയരുന്ന തങ്ങൾക്കെതിരായി ഉയരുന്ന ചെറിയ വിമർശനങ്ങളെപ്പോലും കൂവിയിരുത്താനുള്ള ആൾബലമുള്ള ഒരു സംഘം, പ്രതിപക്ഷത്താകട്ടെ ചിതറി നിൽക്കുന്ന ചില ഗ്രൂപ്പുകൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം എപ്പോഴും ജനാധിപത്യത്തിൽ, പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഭരണപക്ഷം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷവും. പക്ഷേ 2014 മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ പ്രതിപക്ഷ സാന്നിധ്യം തീരെ കുറവാണ്. 2014 കേവലം 44 സീറ്റുള്ള ഒരു സൈന്യത്തിൻ്റെ സേനാധിപനാണ് അന്ന് രാഹുൽ ഗാന്ധി. 202 നിന്ന് 44 ചുരുങ്ങിപ്പോയി നാമാവശേഷമായി പോയ ഒരു പാർട്ടിയെയും തൂക്കി കോരിയെടുത്തിട്ട് പാർലമെൻറ്റിൽ വരികയാണ് അദ്ദേഹം ചെയ്തത്. വളരെ ദുർബലനായിരുന്നു 2014 രാഹുൽ ഗാന്ധിയുടെ സ്ഥൈര്യതയിൽ പലരും സംശയം പ്രകടിപ്പിക്കുന്ന കാലം, രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വേണ്ടത്ര പിന്തുണയില്ലാത്ത കാലം, അതേ സമയത്ത് തന്നെ രാഹുലിൻ്റേതായ പലതരം പ്രവർത്തനങ്ങൾ വിമർശിക്കപ്പെടുകയും പാർലമെൻറ്റിൽ അദ്ദേഹം പലവട്ടം അപഹസിക്കപ്പെടുകയും ചെയ്തിരുന്ന കാലം. അക്കാലത്ത് പ്രതിപക്ഷത്തിൻ്റേതായി പാർലമെൻറ്റിൽ ഒരു കാലത്തും ഒരു ശബ്ദവും ഉയർന്നു വരാതിരിക്കുകയും ഞാൻ എന്നുള്ള ഭരണപക്ഷത്തിൻ്റെ ഏകാധിപത്യപരമായ പ്രഘോഷണങ്ങൾ മുഴങ്ങിക്കേൾക്കുകയും ചെയ്തിരുന്നൊരു കാലമാണ്. അതിൽ നിന്ന് ഒരേ ഒരു മാറ്റം ഉണ്ടായത് നിങ്ങൾ ഓർമ്മിക്കണം. 2018 ഒരു വിശ്വാസപ്രമേയ ചർച്ചയിൽ ഇടപെട്ട് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയും സാധാരണമായ ഒരു പ്രസംഗം നടത്തിയതിന് ശേഷം അദ്ദേഹം അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. അത് പാർലമെൻറ്റിൽ സാധാരണ പതിവുള്ള ഒന്നല്ല, ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായൊരു സന്ദർഭമായിരുന്നു. അത് 2014 തുടക്കം മുതൽ നിശബ്ദനായി നിൽക്കുകയും പലപ്പോഴും കാരണങ്ങളില്ലാതെ പാർലമെൻറ്റിൽ നിന്ന് വിട്ടു നിൽക്കുകയൊക്കെ ചെയ്തിരുന്ന രാഹുൽ ഗാന്ധി ഒറ്റ നിമിഷത്തിൽ പ്രധാനമന്ത്രിയെ ആലിംഗനം ചെയ്യുകയും പിറ്റേ ദിവസം ടെലഗ്രാഫ് പത്രമൊക്കെ അതിനെ വലിയ തോതിൽ ആഘോഷിക്കുന്നുണ്ട്. കൊടുങ്കാറ്റ് പോലുള്ള ആലിംഗനം എന്നൊക്കെ പറഞ്ഞ് 56 ഇഞ്ചിനെ ഞെരിച്ചുടച്ച ആലിംഗനം എന്നെല്ലാം പറഞ്ഞ് രാഹുലിൻ്റെ ആത്മവിശ്വാസം രാഹുൽ വീണ്ടെടുത്തു എന്ന രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് ഒരാളെ ആലിംഗനം ചെയ്യുക എന്ന് പറയുന്ന വളരെ സാധാരണമായ ആ പ്രക്രിയ അന്ന് അതിഗംഭീരമായി ആഘോഷിക്കപ്പെടാനുള്ള കാരണം നമ്മുടെ ജനാധിപത്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ജനാധിപത്യത്തിനെ സുന്ദരമാക്കുന്ന സംവാദാത്മകതയും ജനാധിപത്യത്തെ സുന്ദരമാക്കുന്ന പരസ്പര ബഹുമാനവും ജനാധിപത്യത്തെ സുന്ദരമാക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരാശ്ലേഷവും അവിടെ സംഭവിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അത് രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ ആലിംഗനം പ്രതിപക്ഷ നിരയിൽ നൽകിയ ഉണർവ് പക്ഷെ തിരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. 2019 വീണ്ടും
ദയനീയമായി കോൺഗ്രസ് തോൽക്കുകയാണ് ഉണ്ടായത്. വെറും 8 സീറ്റിൻ്റെ വർധനയുണ്ടായി. 52 സീറ്റുമായി കോൺഗ്രസിന് വീണ്ടും പാർലമെൻറ്റിലെത്തേണ്ടി വന്നു. ആ 52 സീറ്റുമായി എത്തുന്ന സമയത്തുള്ള ഏറ്റവും വലിയ രാഹുൽ ഗാന്ധി നേരിട്ട വലിയ പ്രയാസങ്ങളിലൊന്ന്, പ്രതിസന്ധികളിലൊന്ന്, രാഹുൽ ഒരു തോറ്റ MP കൂടിയായിരുന്നു. അദ്ദേഹം അമേത്തിയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിട്ടാണ് വയനാട്ടിൽ നിന്ന് ജയിച്ച MP ആയി എത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ തട്ടകമായ അമേത്തി, തട്ടകം നഷ്ടപ്പെട്ട ഒരു നായകനെ പോലെയാണ് അദ്ദേഹം 2019 എത്തുന്നത്. ഒരു തോറ്റ യുദ്ധത്തിൽ മുറിവേറ്റ നായകനെ പോലെ രാഹുലിനെയാണ് നിങ്ങൾ 2019 ഇന്ത്യൻ പാർലമെൻറ്റിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ രാഹുലിൽ നിന്ന് വലിയ ഇടപെടലുകളൊന്നും തന്നെ പാർലമെൻറ്റിൽ നടത്താൻ കഴിഞ്ഞില്ല. കാരണം ചിതറി നിൽക്കുന്ന പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിനിടയിൽ യാതൊരു തരത്തിലുള്ള ഐക്യവും ഒന്നുമില്ലാത്തൊരവസ്ഥ. അതേസമയം 2014 കൂടിയ ഭൂരിപക്ഷവുമായി തികച്ചും ഒറ്റയ്ക്കുള്ള ഭരണം നടത്തുന്ന കരുത്തന്മാരായ ഒരു ഭരണപക്ഷം. ഇതിനിടയിൽ ഞെരിഞ്ഞമർന്നു പോയ ഒരു പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നതേയില്ല എന്ന് മാത്രമല്ല, വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട യുഗത്തിലൂടെ നാം കടന്നുപോയി എന്നുകൂടി മനസ്സിലാക്കണം. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. ആ ശബ്ദങ്ങളെയൊക്കെ ക്രൂരമായി ഇല്ലാതാക്കുന്ന അങ്ങേയറ്റം പാർലമെൻ്ററി വിരുദ്ധമായിട്ടുള്ള നടപടികൾക്ക് പോലും ഇന്ത്യൻ പാർലമെൻറ്റ് വേദിയാവുകയുണ്ടായി. ഇപ്പോഴത്തെ സ്പീക്കറായിട്ടുള്ള ഓം പ്രകാശ് ബിർള അന്നും ഉണ്ടല്ലോ, ഒരു സാധാരണ പ്രതിഷേധത്തിൽ പങ്കെടുത്ത MP-മാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുക, അല്പമെങ്കിലും ശബ്ദമുയർത്താൻ ശ്രമിച്ചു തുടങ്ങിയിരുന്ന രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുക, നരേന്ദ്രമോദിയെ നേർക്കുനേർ വെല്ലുവിളിച്ച മഹുവ മൈത്രയെ കേസിൽ കുടുക്കി അയോഗ്യയാക്കുക, ഇങ്ങനത്തെ ഒരുപാട് പ്രവണതകൾ നടത്തുകയും പ്രതിപക്ഷത്തെ പൂർണ്ണമായും വെട്ടിയരിഞ്ഞ് ഏകപക്ഷീയമായി ഒരു തിരഞ്ഞെടുപ്പ് ജയിച്ച് ഈ രാജ്യത്തിൻ്റെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന ആത്മവിശ്വാസവുമായാണ് 2024 BJP ഒരു ഇലക്ഷനിലേക്ക് പോകുന്നത്. ആ സമയമാകുമ്പോഴേക്കും പക്ഷേ ഈ രാജ്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഓർമ്മകളെ അന്തരാവഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിന് ഗാന്ധിയുടെ വലിയ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചയുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കാൽനട കൊണ്ട് വെല്ലുവിളിച്ച ചരിത്രമുണ്ട് മഹാത്മാഗാന്ധിക്ക്. ദണ്ഡി യാത്ര അങ്ങനെ ഒന്നാണ്. ആ യാത്രയെ അനുസ്മരിപ്പിക്കും പോലെ രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്ര രാഹുൽ ഗാന്ധിയെ നവീകരിച്ചു എന്നതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന തളർന്നു കിടന്ന ഞരമ്പുകളെ മുഴുവൻ ഉത്തേജിപ്പിക്കുകയും വർദ്ധിത വീര്യത്തോടെ കോൺഗ്രസ് സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും ചെയ്യുന്ന കാഴ്ചയ്ക്ക് 2024 തെരഞ്ഞെടുപ്പ് വേദിയായി. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഭരണപക്ഷത്തിന് അത് വേണ്ടത്ര മനസ്സിലായില്ല. തങ്ങളുടെ തട്ടകത്തിൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്നുവെന്നും തങ്ങളെ തൂത്തെറിയാൻ പോലുമുള്ള ശേഷിയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണെന്നും രാഹുൽ ഈ രാജ്യത്തിനും രാഹുലിൻ്റെ പാർട്ടിക്കും പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നതും ഒന്നും ഒരുപക്ഷെ സംഘപരിവാരം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് അവർ ഏകപക്ഷീയമായ ഒരു വിജയം കാംക്ഷിച്ച് ഇലക്ഷനിലേക്ക് വരികയും തിരഞ്ഞെടുപ്പിൻ്റെ 2, 3, 4, 5 ഘട്ടമാകുമ്പോഴേക്കും അങ്ങേയറ്റം വർഗീയ വിഷം ചീറ്റിയെങ്കിലും മുഴുവൻ വോട്ടുകളും സമാഹരിക്കാമെന്നൊക്കെ ഭരണകൂടം കണക്ക് കൂട്ടുന്നു, ഭരണകക്ഷി കണക്ക് കൂട്ടുന്നു. പക്ഷേ ആ കണക്ക് കൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു ന്യൂനപക്ഷ ഗവൺമെൻറ്റിന് വേണ്ടിയായിരുന്നു ഇന്ത്യയുടെ ജനവിധി. കോൺഗ്രസിനോട് നിങ്ങളിപ്പോൾ ഭരിക്കാറായിട്ടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ BJPയോട് നിങ്ങളങ്ങനെ ഏകാധിപത്യപരമായി ഭരിക്കേണ്ടതില്ല. ഈ രാജ്യം ജനാധിപത്യത്തിൻ്റെ വീടകമാണ്. ഈ രാജ്യത്തെ സുന്ദരമാക്കുന്നത് നമ്മുടെ ബഹുസ്വര മതേതര ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം കൂട്ടുകക്ഷി ഭരണം തന്നെയാണ്. ഒരു പാർട്ടിക്ക്, ഒരൊറ്റ പാർട്ടിക്ക് ഏകപക്ഷീയമായി ഭൂരിപക്ഷം കിട്ടി അവർ യാതൊരു തരത്തിലുള്ള വെല്ലുവിളികളുമില്ലാതെ അങ്ങനെ ഭരിച്ചു പോകുന്നതല്ല നമ്മുടെ സൗന്ദര്യമെന്ന് ഈ രാജ്യം വിധി എഴുതുകയും 100 സീറ്റിൽ ജയിച്ച നായകനായി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരികയും ചെയ്തു. അങ്ങനെ പ്രതിപക്ഷ നേതാവായി വന്ന ഒരു രാഹുൽ ഇന്ത്യയുടെ ശബ്ദം എന്താണെന്ന് കാൽനടയായി നടന്ന് തിരിച്ചറിഞ്ഞ രാഹുലിൽ നിന്നാണ് ഇന്നലെ പ്രഭാഷണം സംഭവിച്ചത്. സാധാരണ എല്ലാ നന്ദിപ്രമേയ ചർച്ചകളുടെയും ഭാഗമായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ സ്വഭാവം പുലർത്തുമ്പോഴും 10 ആണ്ടിനിടയിൽ ആദ്യമായാണ് നരേന്ദ്രമോദി സർക്കാർ മുഖത്തോട് മുഖം നിന്ന് വിമർശിക്കപ്പെടുന്നത്. ഓരോന്നോരോന്നായി ചൂണ്ടിക്കാട്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന് ഈ ഭരണകൂടത്തിനെതിരെ അതിരൂക്ഷമായൊരു വിമർശനം ഉയർന്നിട്ട് 10 കൊല്ലം കഴിഞ്ഞു. അതുകൊണ്ടാണ് നാം ആകെ
ജനാധിപത്യ വിശ്വാസികളാകെ ആവേശത്തിലായത്. ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന ആളുകൾ എന്നതിനേക്കാൾ പ്രധാനം പ്രതിപക്ഷമാണ്. നമ്മുടെ ജനങ്ങളുടെ ചോദ്യം പാർലമെൻറ്റിൽ ഉയരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നത് പ്രതിപക്ഷമാണല്ലോ. അപ്പോൾ ആ പ്രതിപക്ഷത്തിന് ശക്തമായ ഒരു നേതൃത്വം ഉണ്ടായിക്കഴിഞ്ഞു. ഒരറ്റത്ത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുണ്ട്, മഹുവ മൈത്ര തിരിച്ചു വന്നിരിക്കുന്നു. ഇങ്ങനെ അവരുടെ രൂക്ഷമായ വാദങ്ങൾ പാർലമെൻറ്റിൽ മുഴങ്ങുന്നു. പതിവില്ലാതെ പ്രധാനമന്ത്രി ഒരാളോട് മറുപടി പറയില്ലാത്ത രീതിയിൽ സവിശേഷമായ ഒരു അസ്തിത്വം തനിക്കുണ്ട് എന്ന് വിശ്വസിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന പ്രധാനമന്ത്രി ഏതൊരു സാധാരണ പ്രധാനമന്ത്രിമാരെ പോലെയും സാധാരണ രാഷ്ട്രീയ നേതാവിനെ പോലെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഭാഷണത്തിനിടയ്ക്ക് എഴുന്നേറ്റ് നിന്ന് ഇടപെടാൻ ശ്രമിക്കുന്നതൊക്കെ കാണുമ്പോൾ വാസ്തവത്തിൽ അത് ജനാധിപത്യത്തിൻ്റെ വലിയ വിജയമാണ്. അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഒരു ഏകാധിപതിയായ പ്രധാനമന്ത്രിയോട് അല്ലെങ്കിൽ 300-400 സീറ്റ് വാങ്ങി ജയിച്ച് അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി അങ്ങനെ സമയത്ത് പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടാവില്ല, അങ്ങനെ ഒരാളുടെ ശബ്ദത്തിനും കീഴടങ്ങില്ല. പക്ഷേ ഇന്നലെ പാർലമെൻറ്റിൽ ഭരണപക്ഷം പ്രതിപക്ഷത്തെ കേൾക്കുന്ന ഒരു മുഹൂർത്തം സംജാതമായി എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച ആ ജനാധിപത്യം വിജയിച്ചു തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഒരു വിജയിച്ച പോരാളിയുടെ പരിവേഷത്തിൽ നമ്മുടെ പാർലമെൻറ്റിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കുന്നുവെന്നും ആ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ ജനതയുടെ ഭാഷയിൽ ആ പാർലമെൻറ്റിൽ ഉറക്കെ സംസാരിക്കുന്നുവെന്നും സ്വന്തം ഈ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളെ സംബന്ധിച്ചും ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കുമുള്ള ആശങ്കകളെ പാർലമെൻറ്റിലേക്ക് വിവർത്തനം ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയിലെ രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ കാലത്തെ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളിൽ നിന്ന് ആർജിച്ചിട്ടുള്ള രാഷ്ട്രീയ വിവേകത്തിൻ്റെ പലതരം പ്രകാശനങ്ങൾക്ക് ഇന്നലെ പാർലമെൻറ്റ് വേദിയായി എന്നതും ശ്രദ്ധിക്കണം. അദ്ദേഹം നീറ്റ് വിഷയത്തിൽ ചർച്ച നടത്താൻ പ്രധാനമന്ത്രി കത്ത് നൽകുന്നുണ്ട്. സ്പീക്കർ പ്രധാനമന്ത്രിയോട് പുലർത്തുന്ന സമീപനത്തിലെ ജനാധിപത്യ പാർലമെൻ്ററി വിരുദ്ധതയെ സംബന്ധിച്ച് സ്പീക്കർക്ക് തിരുത്തൽ നിർദ്ദേശിക്കാൻ തയ്യാറാകുന്നുണ്ട് രാഹുൽ ഗാന്ധി. ഏത് രാഹുൽ ഗാന്ധി എന്നാലോചിക്കണം. 2014-ലും 2019-ലും 2 തവണ 2 ഘട്ടങ്ങളിൽ MP ആയിരുന്നപ്പോഴും ഇതേ ഭരണപക്ഷത്തിൻ്റെ നിരന്തരമായ പരിഹാസങ്ങൾക്ക് വിധേയനായിരുന്ന അതേ രാഹുൽ ഗാന്ധിയാണ് ഇന്നലെ പാർലമെൻറ്റിൻ്റെ നായക സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്പീക്കറെ തിരുത്തുന്നു, പ്രധാനമന്ത്രി കത്ത് നൽകുന്നു, ഈ ഭരണകൂടം നേരിടുന്ന ഓരോ വിഷയങ്ങളെയും എടുത്തെടുത്ത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിച്ച് വിമർശിക്കുന്നു. അതിലൊപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികളുടെ മർമ്മം നോക്കി പ്രഹരിക്കുന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞനായും ഈ രാഹുൽ ഗാന്ധി മാറുന്നതിനും ഇന്നലെ പാർലമെൻറ്റ് സാക്ഷ്യം വഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അയോധ്യയിൽ നിന്ന് ജയിച്ച, അയോധ്യയിൽ BJPയെ തോൽപ്പിച്ച, അയോധ്യയായിരുന്നു കഴിഞ്ഞ 6 പതിറ്റാണ്ടെങ്കിലുമായിട്ട് ഇന്ത്യ പദ്ധതിക്ക് BJP അതിൻ്റെ കേന്ദ്ര ഉപകരണമാക്കി വെച്ചിരുന്നൊരു സ്ഥലം അയോധ്യയെ മുൻനിർത്തിയുള്ള ഇന്ത്യ പദ്ധതിയായിരുന്നു എല്ലാ കാലത്തും BJPയുടേത്, RSSൻ്റെ പദ്ധതിയായിരുന്നു അയോധ്യ. ആ അയോധ്യയുടെ മണ്ണിൽ, ആ അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ BJP പരാജയപ്പെടുന്നു. അവിടെ നിന്ന് ജയിച്ചു വന്ന ആൾക്ക് ഹസ്തദാനം കൊടുത്തുകൊണ്ട് ഹസ്തദാനം നൽകിക്കൊണ്ട് ഈ രാഹുൽ ഗാന്ധി നടത്തിയ ആ ഇടപെടൽ വാസ്തവത്തിൽ ഭരണപക്ഷത്തെ വിരളി പിടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കവുമായി മാറുന്നുണ്ട്. അപ്പോൾ ഒന്ന്, രാഹുൽ ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ പാർലമെൻ്ററി ചരിത്രത്തിലെ മഹാരഥന്മാരായ പ്രതിപക്ഷ നേതാക്കളുടെ നിരയിലേക്ക് രാഹുൽ ഗാന്ധി നടന്നെടുക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വലിയ പ്രതീക്ഷകളിലൊന്നാണ്. 2, ഇന്ത്യൻ പാർലമെൻറ്റിൽ 10 കൊല്ലമായി നിശബ്ദമായിരുന്ന പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഏറ്റവും ഉജ്ജ്വലമായി പ്രകാശിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് പലരിലൂടെയും പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 4-മത്തെ കാര്യം, അങ്ങേയറ്റം അമാനുഷികരാണ് തങ്ങളെന്നും അങ്ങേയറ്റം കരുത്തുറ്റവരാണ് തങ്ങളെന്നും കരുതിയിരുന്ന, അതിപ്രതാപവന്മാരാണെന്ന് കരുതിയിരുന്ന ഭരണപക്ഷം അതിസാധാരണമായ ഭരണകർത്താക്കളെപ്പോലെ അവരുടെ ബെഞ്ചിലിരുന്ന് ഈ പ്രതിപക്ഷത്തെ കേൾക്കേണ്ടി വരുന്നു. പ്രതിപക്ഷത്തിൻ്റെ വിമർശനം രൂക്ഷമാകുമ്പോൾ അസഹിഷ്ണുതയോടെ എഴുന്നേറ്റ് നിന്ന് അങ്ങനെ പറയരുതെന്ന് ആവശ്യപ്പെടേണ്ടി വരുന്നു. ഒരു വലിയ ഏകാധിപത്യത്തിലേക്ക് പോകുമെന്ന് കരുതിയ ഒരു ഭരണകൂടത്തെ ജനാധിപത്യത്തിലേക്ക് വലിച്ചിടുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചെയ്തത്. ആ ഭരണപക്ഷം ഒരു ജനാധിപത്യ പക്ഷമായി ഇനി പെരുമാറേണ്ടി വരുമെന്ന സൂചനയാണ് ഇന്നലത്തെ പാർലമെൻറ്റ് നടപടികൾ നൽകുന്ന സൂചന. ഇതിലേറ്റവും പ്രധാനമായ കാര്യം,
ഈ ഇന്നലെ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഗംഭീരമായ പ്രസംഗങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള നിരവധി സന്ദർഭങ്ങളിലൂടെ ഇന്ത്യ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും തോന്നാത്ത ഒരു വലിയ ആവേശം ഇന്ത്യൻ ജനതയ്ക്കും നമ്മുടെ മാധ്യമങ്ങൾക്കും തോന്നുവാനുള്ള പ്രധാനപ്പെട്ട കാരണം നാം കടന്നു പോകുന്ന ഇരുട്ട് അത്ര വലുതായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒരിക്കലും ഇനി വെളിച്ചത്തിൻ്റെ ഒരു വാതിൽ നമുക്ക് മുന്നിൽ തുറന്നു വരില്ല എന്നെല്ലാം ഭയപ്പെട്ടിരുന്നിടത്തു നിന്ന് ജനാധിപത്യത്തിലേക്ക് നാം വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ആ തിരിച്ചെത്തിയ ജനാധിപത്യമാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയിലൂടെ പാർലമെൻറ്റിൽ പ്രകാശിച്ചതെന്ന് ഞാൻ കരുതുന്നു.